ആളില്ലാ അന്തർവാഹിനിയായ ബ്ലൂഫിൻ 21 കഴിഞ്ഞ ദിവസമാണ് മലേഷ്യൻ വിമാനത്തിനായുള്ള തെരച്ചിൽ ആരംഭിച്ചത്. 16 മണിക്കൂർ നീണ്ട ആദ്യഘട്ട ദൗത്യം പൂർത്തിയായപ്പോൾ ബ്ലൂഫിൻ 21 നൽകിയത് അന്വേഷണത്തിന്റെ 6 മണിക്കൂർ നേരത്തെ വിവരങ്ങളാണ്. ഇതിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ആദ്യഘട്ട ദൗത്യം പൂർത്തിയായപ്പോൾ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചുരുങ്ങിയത് 2 മാസത്തെ അന്വേഷണത്തിലൂടെ മാത്രമേ ബ്ലൂഫിൻ 21 നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കൂവെന്ന് അധികൃതർ അറിയിച്ചു. ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള സിഗ്നലുകൾ നിലച്ചത് അന്വേഷണത്തെ സാരമായി ബാധിച്ചെങ്കിലും ആളില്ലാ അന്തർവാഹിനിയുടെ സഹായത്തോടെയുള്ള തെരച്ചിൽ പ്രതീക്ഷ നൽകിയിരുന്നു. അതിനിടെ 4 ചൈനീസ് കപ്പലുകൾ കൂടി തെരച്ചിലിനായെത്തി. ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തെ പടിഞ്ഞാറ്, കിഴക്ക് എന്നീ 2 മേഖലകളായി തിരിച്ചാണ് നിലവിലെ അന്വേഷണം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കിഴക്കൻ മേഖലയിലെ 10,000 സ്ക്വയർ നോട്ടിക്കൽ മൈൽ ഭാഗത്തെ തെരച്ചിൽ പുതുതായി സംഘത്തിൽ ചേർന്ന ചൈനീസ് കപ്പലുകൾ നിർവഹിക്കും. കഴിഞ്ഞ ദിവസത്തെ കാലാവസ്ഥയും തെരച്ചിലിന് അനുകൂലമായിരുന്നു. 11 കപ്പലുകളും 11 വിമാനങ്ങളുമാണ് ഇന്നലെ തെരച്ചിൽ നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലെ അന്വേഷണത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എണ്ണപ്പാട കണ്ടെത്തിയിരുന്നു. ഇത് കാണാതായ വിമാനത്തിൽ നിന്നുള്ളതാണെന്നാണ് നിഗമനം. അതേസമയം ചൈനയുടെ തെരച്ചിൽ നടപടികൾ അടിസ്ഥാനരഹിതവും നിരുത്തരവാദപരവുമാണെന്ന ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിനെതിരെ ചൈന രംഗത്ത് വന്നു. തെരച്ചിൽ നടപടികൾ നിർണായക ഘട്ടത്തിലായിരിക്കെ ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ഇത്തരം നീക്കങ്ങൾ പ്രതിഷേധാർഹമാണെന്ന് ചൈന പ്രതികരിച്ചു. ചൈനീസ് തെരച്ചിൽ സംഘം കണ്ടെത്തിയ വിവരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചില സിഗ്നലുകൾ യുഎസിന് ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ചൈനയെ വിമർശിച്ചുകൊണ്ട് റിപ്പോർട്ട് വന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.